ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ദ്വാരകയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്, കുറച്ച് അവിടുത്തെ കാഴ്ചകളാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടാണ്. എന്തായാലും എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അഹമ്മദാബാദിൽ നിന്നും ദ്വാരകയിലേക്ക് ഒരു 8 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ 5 മണിക്ക് ട്രെയിനിലിരുന്നിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ദ്വാരകയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ട്രെയിനിലുള്ള കുറച്ച് കാഴ്ചകളാണിത്. നല്ല അടിപൊളി വ്യൂസാണ്. ഏകദേശം ഒരു 12 മണിയോടെ നമ്മൾ ദ്വാരകയിൽ എത്തിയിട്ടുണ്ട്. ഇതവിടുത്തെ സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. നല്ല ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഒരുപാട് വലിയ സൗകര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു ദ്വാരക എന്ന് പറയുമ്പോഴത്തേനും ഇത് ഭഗവാന്റെ പുണ്യഭൂമിയാണ്. പക്ഷേ അവിടെ വലിയ സൗകര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ചൂടൊക്കെ ആയിരുന്നു, അത് കാരണം നമ്മൾ ഹോട്ടലിൽ തന്നെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിലിരുന്നിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. ട്രെയിനിലോട്ട് വരുമ്പോഴുള്ള കുറേ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളും കുറേ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റി. അപ്പം അങ്ങനെയുള്ള ട്രെയിനിനകത്തുള്ള ഇരുന്നപ്പോഴുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ എന്തായാലും അതും ഇവിടേക്ക് ഞാൻ കൊടുക്കുന്നു.
അപ്പോൾ ഫൈനലി നമ്മൾ ദ്വാരകയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം, ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഗുജറാത്തിലിപ്പം എന്തായാലും നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം ഈവനിങ്ങിൽ നമ്മളൊന്ന് പിന്നെ അമ്പലത്തിൽ എന്തായാലും ഈവനിങ്ങിൽ ടൈമിൽ കയറാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ദ്വാരക അമ്പലത്തിൻ്റെ പുറത്തെ ഈവനിങ്ങിലെ ഒരു വ്യൂ ആണ്. നല്ല രസമാണ് അവിടെ കാണാൻ. അതുപോലെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. എന്ത് രസമാണ് അവിടെ കാണാൻ. ഈ ഒരു നദി ഉണ്ടല്ലോ, അത് നദിയിൽ ആ നദി കിടന്നിട്ട് അപ്പുറത്ത് പോകുമ്പോഴത്തേനും നമുക്കവിടെ ഒരു അമ്പലം അവിടെയുണ്ട്. അവിടെ ഇങ്ങനെ പഞ്ചതീർത്ഥം എന്നൊക്കെ പറയും. അവിടെ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞാൽ 5 തീർത്ഥം, നമ്മുടെ 5 കിണറൊക്കെ ഉണ്ട്, ലക്ഷ്മണൻ്റെയും അങ്ങനെ 5 പേരുടെ ആ ഒരു തീർത്ഥത്തിൽ അവിടെ പോയിട്ട് നമുക്ക് അതും കാണാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ക്യാമ്പലിലൊക്കെ ഇരുന്നിട്ട് റൈഡിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു തീർത്ഥം കാണാൻ വേണ്ടിയിട്ട് വരാൻ പറ്റാം. ഇതിൽ നല്ലപോലെ നിറഞ്ഞിട്ട് വെള്ളമൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ വെള്ളം. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് അവിടെ ആൾക്കാരുണ്ട്, നമുക്ക് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തരും, അത് നമുക്ക് കുടിക്കാം. നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ഇതൊരു പുണ്യഭൂമിയല്ലേ, ഇവിടുത്തെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനും അവർ പറയുന്നുണ്ട്, അതും ഒരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നവർ നമുക്ക് അവിടെ അവരെ പറഞ്ഞൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ കുറേ നേരം ഇങ്ങനെ നല്ല ഈവനിങ്ങിലെ ടൈം ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് മനസ്സൊക്കെ നന്നായിട്ട് ഒന്ന് അടിപൊളിയായിട്ട് ഇരുന്ന് സ്പെൻഡൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ദുർവാസ ഋഷിയുടെ ഒരു ഇത് നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ആളിരിക്കുക. ഇതിങ്ങനെ അന്നത്തെ കാലത്തെ ഒറിജിനലാണ് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ നമുക്ക് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നല്ല ഒരു തണുപ്പ് പോലെ കുറേ നല്ല കാറ്റും ഒക്കെ കിട്ടും. നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തും ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നമുക്ക് കയറി കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരിങ്ങനെ നല്ലതായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ട് വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം നമ്മുടെ ഈ ഒരു ദ്വാരകയിൽ ഇതും ഒരു പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ദുർവാസ ഋഷിയുടെ ആ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ട് നമുക്ക് തിരിച്ചും ആ ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മുടെ ദ്വാരകാധീശൻ്റെ മന്ദിരം. അവിടെയാണ് നമ്മുടെ ദ്വാരകാധീശ് മന്ദിർ. ഈ കാണുന്നതാണ് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ദ്വാരക മന്ദിർ. അപ്പം ഇവിടെ അടിപൊളി നല്ല വ്യൂസാണ് കേട്ടോ. നല്ല നേരം കുറേ ഇവിടെ ഇങ്ങനെ ബോട്ട് റൈഡിങ്ങും അതും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നല്ലൊരു രസമാണ്. നല്ലൊരു എന്താ പറയണേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരിക്കാനും നല്ല ഒരു രസമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള രാത്രിയിലുള്ള ഒരു വ്യൂ ആണ്. ദ്വാരക എങ്ങനെയാണ് രാത്രിയിൽ കാണുന്നത് എന്നുള്ളതിന് ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ദ്വാരക എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറിയൊരു എന്താ പറയുക, ഒരുപാട് ഫെസിലിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ഇങ്ങനെ ഇല്ല. ഇപ്പോഴും ഗ്രാമവും ആ ഒരു പഴയ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ ജീവിക്കുന്ന കുറേ നല്ല ആൾക്കാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യഭൂമിയിലെത്തുക, അതല്ലേ ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്.
പിന്നെ അവിടെ ഇതൊരു ബീച്ചാണ്, നമുക്ക് അവിടെ ബീച്ചിൽ പോകാം. ബീച്ചിൽ പിന്നെ കുറേ റൈഡൊക്കെ ഉണ്ട്, ബോട്ടിൽ, പിന്നെ സ്കൈ ഡൈവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബീച്ചിൽ. ഇത് ഉച്ച ടൈമായിരുന്നു, അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ബോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ബോട്ടും അതും ഒക്കെ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇതായിട്ട് തോന്നി, അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ട്രാവലിംഗ്. നല്ല ചൂടും കൊണ്ടുണ്ട് ഇവിടെ ഈ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേന്. ഇപ്പോൾ വെക്കേഷൻ കൂടെ അല്ലേ, വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും, അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരിക്കും. നമുക്ക് അവിടെ അമ്പലത്തിലിരുന്ന് നമുക്ക് കയറാൻ രാവിലെ വേഗം എഴുന്നേറ്റിട്ട് നമുക്ക് വേഗം പോയി ക്യൂവിൽ നിൽക്കണം. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് നമ്മുടെ മൊബൈലും ബാഗും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കൗണ്ടറിൽ നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റൂ. അമ്പലത്തിനകത്ത് ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ അകത്ത് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിനകത്ത് നിന്ന് വേണം നമുക്ക് അവിടെ അകത്ത് കയറാൻ. ഒരുപാട് നേരം ക്യൂ നിൽക്കണം, ഒരുപാട് തിരക്കും കൂടെയൊക്കെ ആയതുകൊണ്ട് നല്ല ലൈൻ ഉണ്ടായിരുന്നു. നല്ല ലൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് മണിക്കൂറുകളോളം ആൾക്കാർ അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഭഗവാന്റെ ആ ഒരു ദർശനം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് കിട്ടിയത്. പിന്നെ ഇത് നാഗേശ്വരം ടെമ്പിളാണ്. അതുപോലെ തന്നെ ഇത് ഗോപി തലാവാണ്. ഗോപി തലാവ് അതായത് നമ്മുടെ ഗോപികമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരുടെയൊക്കെ ആ ഒരു തലാവാണ്. അവിടുന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴത്തേനും നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിക്കാറില്ലേ, അങ്ങനെ ചെയ്യുകയാണ്. കുഞ്ചുപ്പം എനിക്ക് അങ്ങനെ ചെയ്ത് തരികയാണ്. പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു വൈബ്രേഷനാണ്. നല്ല ഒരു കുറേ നേരം നമുക്ക് നല്ല സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നല്ല ചൂടൊന്നും അറിയത്തില്ല, ഇപ്പം നല്ല ചൂടാണെങ്കിലും പക്ഷേ ഈ ഒരു സ്ഥലത്ത് അത്ര വലിയ ചൂടൊന്നും അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് നല്ല വൃക്ഷങ്ങളും അതും നല്ല തണുപ്പും നല്ല പച്ചപ്പൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രീയുടെ മുകളിലാണെങ്കിൽ കുറേ മയിൽ വന്നിരിപ്പുണ്ടായിരുന്നു. കുറേ മയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു മയിൽപീലി അങ്ങാണ് വീണിട്ടുണ്ടോ എന്നുള്ളതും. നല്ലൊരു രസമാണ്. ആ ഒരു പണ്ടത്തെ ആ ഒരു ഗോപികമാരൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് ഇതൊക്കെ കണ്ടപ്പം. ഈ ഒരു ദ്വാരകയിലെ ഓരോരോ ദൃശ്യങ്ങൾ കാണുമ്പോഴും എനിക്ക് അവിടുത്തെ ആ പണ്ടത്തെ ആ ഓരോരോ നമ്മൾ കേട്ടിട്ടൊക്കെ ഉള്ള ഓരോ സ്റ്റോറിയില്ലേ, അതൊക്കെയാണ് ഓർമ്മ വരിക. എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് എന്തായാലും എല്ലാവരും ചെയ്യണം. നല്ല അടിപൊളി ഒരു ട്രിപ്പാണ് ദ്വാരക. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യഭൂമിയിൽ പോകാൻ പറ്റുക. അതുപോലെ തന്നെ നാഗേശ്വരം ശിവഭഗവാൻ, ഇതിപ്പം ശിവഭഗവാന്റെ മുന്നിൽ പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒരു ഫീലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാവലിംഗ് അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും പോകാൻ പറ്റിയാൽ പോകാം, അടിപൊളി ട്രിപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.